الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اتقوا الله عباد الله അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉപദേശിക്കുകയാണ്. ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും പോരിശയുള്ള ഏറ്റവും വിശേഷപ്പെട്ട ദിവസങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസം എല്ലാ ദിവസങ്ങളെക്കാളും ശ്രേഷ്ഠതയുള്ളതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ആ ദിവസങ്ങളിൽ എല്ലാ അമലുസ്സാലിഹാത്തുകളും വർദ്ധിപ്പിക്കുവാൻ നിർദ്ദേശവുമുണ്ട്. തക്ബീറും തഹ്ലീലും തഹ്മീദും സിക്റുകളും സ്വലാത്തുകളും ഖുർആൻ പാരായണവും ദാനധർമ്മങ്ങളും നല്ലത് ഉപദേശിക്കലും ചീത്ത കാര്യങ്ങൾ വിരോധിക്കലും കുടുംബബന്ധം പുലർത്തലും അങ്ങനെ എല്ലാ നല്ല കാര്യങ്ങളും സുന്നത്ത് നോമ്പുകളും അതുപോലെ സുന്നത്ത് നമസ്കാരങ്ങളും എല്ലാ അമലുകളും വർദ്ധിപ്പിക്കുന്നത് ഈ 10 ദിവസങ്ങളിൽ ഏറെ പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ ഖുതുബയിൽ നമ്മളത് വിശദീകരിച്ച് പറഞ്ഞതാണ്. പക്ഷെ പല ആളുകൾക്കും അങ്ങനെ ഒരു വിശേഷപ്പെട്ട ദിവസത്തിലാണല്ലോ എന്ന നിലക്ക് ചിന്ത വന്നിട്ടില്ല. അതിൻ്റെ പേരിൽ ഒരു അമല് വർദ്ധിപ്പിച്ചിട്ടില്ല. ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസം പോരിശയുള്ളതാണ്, ഞാനൊന്ന് ഖുർആൻ എടുത്തു വെച്ച് 2 പേജ് ഓതട്ടെ എന്ന് തോന്നിയിട്ടില്ല. ഏതെങ്കിലും ഒരു സുന്നത്ത് വർദ്ധിപ്പിക്കാൻ ആഗ്രഹിച്ചിട്ടില്ല. അതൊരു നഷ്ടം തന്നെയാണ്. പക്ഷേ ഇനിയുമുണ്ട് സമയം. ഇന്ന് പ്രത്യേകിച്ചും വെള്ളിയാഴ്ചയും കൂടിയാണ്. ആഴ്ചകളിൽ ഏറ്റവും വിശേഷപ്പെട്ട ദിവസമാണ് യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരികളെ, ഇനിയുള്ള ഈ ദിവസങ്ങളിൽ എങ്കിലും ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ ഏറ്റവും പോരിശയുള്ള ദിവസങ്ങളാണ് എന്ന നിലക്ക് അമലു സാലിഹാത്തുകൾ വർദ്ധിപ്പിക്കുവാൻ ശ്രദ്ധിക്കുക. നമ്മുടെ സുഹൃത്തുക്കൾ ഹജ്ജിന് വേണ്ടി മക്കയിൽ എത്തിക്കഴിഞ്ഞു. ഇന്നവർ ഹജ്ജിന്റെ കർമ്മം ആരംഭിക്കുകയാണ്, മിനായിലേക്ക് പോയിരിക്കുകയാണ്. നാളെ അവർ അറഫയിൽ നിൽക്കുവാൻ വേണ്ടി പോവുകയാണ്. പിന്നീട് അങ്ങോട്ട് പെരുന്നാളും അയ്യാമുത്ത തശ്രീഖുമൊക്കെയാണ്. ഇനി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അറഫ ദിനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ ഉപദേശങ്ങളുടെ ഒരു ഭാഗമാണ്, ഒരു ചെറിയ ഭാഗം. അറഫ ദിനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹാജിമാരോട് സംസാരിക്കുകയുണ്ടായി, ഖുതുബ പറയുകയുണ്ടായി. ഹജ്ജ് ഫർളാക്കപ്പെട്ട ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹജ്ജാണ് നിർവഹിച്ചിട്ടുള്ളത്. അതാണ് ഹജ്ജത്തുൽ വദാ, വിടവാങ്ങൽ ഹജ്ജ് എന്ന് പറയാം. പിന്നെ ഹജ്ജ് ചെയ്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് പറയുകയും ചെയ്തു, ഖുദു അന്നി മനാസിക്കക്കും ലഅല്ലി ലാ അൽഖാക്കും ബഅദ ആമി ഹാദാ. ഈ അനുഷ്ഠാന കർമ്മങ്ങൾ, ഹജ്ജിന്റെ ഈ കർമ്മങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന് നേരെ മനസ്സിലാക്കി ചെയ്യുക. ഒരുപക്ഷെ ഈ വർഷത്തിന് ശേഷം ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവണമെന്നില്ല, നിങ്ങളെ കണ്ടുകൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജ്
മദീനയിൽ നിന്ന് പുറപ്പെട്ട് മക്കയിലെത്തി ഹജ്ജ് കർമ്മം നിർവഹിച്ച് തിരിച്ചു പോകുന്നതുവരെയുള്ള മുഴുവൻ കാര്യങ്ങളും സഹാബിമാർ എഴുതി വെക്കുകയുണ്ടായി. അത് കൃത്യമായി ഹദീസിൽ വന്നു. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത മുഴുവൻ കാര്യങ്ങളും, ഹജ്ജിന്റെ ഫർളുകളും റുക്നുകളും ഷർത്തുകളും സുന്നത്തുകളും ആ സന്ദർഭങ്ങളിലുള്ള എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ഏറ്റവും സുന്നത്തായ നിലക്ക് ഹജ്ജ് ചെയ്യാനുള്ള വഴി. അതുപോലെ ചെയ്യുക എന്നാണ്. അന്നാണ് ദീൻ പൂർത്തിയായത്. അതൊരു മഹാസംഭവമാണ്. 23 വർഷക്കാലം കൊണ്ട് മക്കയിലും മദീനയിലും വെച്ച് വ്യത്യസ്ത സന്ദർഭത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഓതിക്കൊടുത്തതാണ് വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ. എല്ലാ വർഷവും റമദാനിൽ ജിബ്രീൽ അലൈഹിസ്സലാം വരികയും അതുവരെ ഇറങ്ങിയ ആയത്തുകൾ ഒന്നുകൂടി ഓതിക്കൊടുക്കുകയും ഓതിക്കേൾക്കുകയും ചെയ്തിരുന്നു. അവസാന വർഷം 2 തവണ അങ്ങനെ ചെയ്തു എന്ന് നബി ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഈ ഹജ്ജിനിടയിൽ ഇറങ്ങിയ ഒരായത്താണ് സൂറത്തുൽ മായിദയിലെ 3-ാമത്തെ ആയത്ത്. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. അതിന്റെ അർത്ഥം, ഇന്ന് നാം നിങ്ങൾക്ക് അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും, ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീനിനെ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. ദീൻ പൂർത്തിയായി. വഅത്മംതു അലൈക്കും നിഅമതി, എന്റെ അനുഗ്രഹം നിങ്ങളിൽ ഞാൻ പൂർണ്ണമാക്കി തന്നു. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, നിങ്ങൾക്ക് ഇസ്ലാമിനെ ദീനായി ഞാൻ തൃപ്തിപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഒരു വലിയ ആശയമാണിത്. ദീൻ പൂർത്തിയാവുകയാണ്. ഇനി ദീനീ നിയമങ്ങൾ വരാൻ ഇല്ല. അതുകൊണ്ടാണ് ഇമാം മാലിക് റഹിമഹുല്ല പറഞ്ഞു, എന്തെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ദീനായിരുന്നോ അതെല്ലാ കാലത്തും ദീൻ ആയിരിക്കും. എന്തെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ദീൻ അല്ലായിരുന്നോ അതൊരു കാലത്തും ദീനായിരിക്കുകയുമില്ല. വളരെ ലളിതമാണ്. ദീൻ എന്ത്, ദീൻ അല്ലാത്തതെന്ത്, സുന്നത്തെന്ത്, സുന്നത്തല്ലാത്തതെന്ത്, ബിദ്അത്ത്. എന്തെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ദീനായിട്ടുണ്ടോ അതെന്നും ദീനാണ്. നമ്മൾ ആ നിലക്ക് അത് ഉൾക്കൊള്ളണം. എന്തെല്ലാം അന്ന് ദീൻ അല്ലയോ അതൊരിക്കലും ദീനായിരിക്കുകയുമില്ല. ഇത്രയും വലിയ ഒരാശയമാണ്. നിങ്ങൾക്ക് ദീനെ പൂർത്തിയാക്കി തന്നു, എന്റെ അനുഗ്രഹം പൂർത്തിയാക്കി തന്നു, ഇസ്ലാമിനെ നിങ്ങൾക്ക് ദീൻ ആയി ഞാൻ തൃപ്തിപ്പെടുകയും ചെയ്തു. ദീൻ എന്ന് പറഞ്ഞാൽ എന്താ? ദീൻ എന്നതിന് നമ്മൾ മലയാളത്തിൽ മതം എന്നും ഇംഗ്ലീഷിൽ റിലിജൻ എന്നും ഉറുദുവിൽ മദ്ഹബ് എന്നും ഒക്കെ പറയും. അതിനെയും അപ്പുറത്താണ് അതിന്റെ ആശയം. ദാന എന്ന അറബി വാക്ക് അതിന്റെ അടിസ്ഥാനം അതാണ്, ക്രിയ. അതിന്റെ അർത്ഥം, ഒരു മനുഷ്യൻ അയാളുടെ ജീവിതത്തിൽ അയാളുടെ നിയമമായി കൊണ്ടു നടക്കുന്നത് എന്താണോ അതാണ് ദീൻ. അപ്പൊ നമ്മുടെ ജീവിതം മുഴുവനും വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം, എപ്പോഴെങ്കിലുമൊക്കെ നിസ്കരിക്കുക, ദീൻ ഇസ്ലാമാന്ന് പറയാം, അങ്ങനെയല്ല. ദീൻ ഇസ്ലാമായി അള്ളാഹു തൃപ്തിപ്പെട്ട് തന്നത് നമ്മുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും എങ്ങനെ ആയിരിക്കണമെന്ന് പറഞ്ഞു തരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തരികയും ചെയ്തതുകൊണ്ടാണ്. അതാണ് ഒരു വലിയ ആശയം എന്ന് പറഞ്ഞത്. ഈ ആയത്ത് ഓതിക്കേട്ട ഒരു യഹൂദി അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഈ ആയത്ത് എങ്ങാനും ലൗ നസലത്ത് ഹാദിഹിൽ ആയ അലൈനാ ഫീ യൗമിൻ ലത്തഖദ്നാഹു ഈദാ, ഈ ആയത്ത്, ഇത്രയും വലിയ ആശയമുള്ള ഈ ആയത്ത് ഞങ്ങൾക്കെങ്ങാൻ അവതരിച്ചതാണെങ്കിൽ ഞങ്ങൾ അത് പെരുന്നാളാക്കുമായിരുന്നു അന്ന്. യഹൂദിയ പറയുന്നത് എന്ന് പറഞ്ഞാൽ, ഇത്രയും സമ്പുഷ്ടമായ ഒരുപാട് ആശയങ്ങളുള്ള, ദീൻ പൂർത്തിയാക്കിയ, അള്ളാന്റെ അനുഗ്രഹം നൽകിയ, അത് പൂർത്തിയാക്കിയെന്ന് പറഞ്ഞ ഈ ഒരു വലിയ ആയത്ത് ഞങ്ങൾക്കെങ്ങാൻ, അതായത് യഹൂദന്മാർക്കെങ്ങാനുമാണ് അവതരിച്ചെങ്കിൽ ഞങ്ങൾ അന്ന് പെരുന്നാളാക്കുമായിരുന്നു, ആഘോഷിക്കുമായിരുന്നു. അപ്പോഴേ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നാൽ ഈ ആയത്ത് ഞങ്ങളിലേക്ക് അവതരിച്ചത് അത് പെരുന്നാൾ തന്നെയാണ്. ഫഇന്നഹാ നസലത്ത് ഫീ ഈദൈനി, ഞങ്ങളുടെ 2 ആഘോഷ ദിവസങ്ങളിലാണ്. ഇത്തഫഖാ ഫീ യൗമിൻ വാഹിദ്, ഒരു ദിവസം ആയി യോജിച്ചു വന്ന 2 ആഘോഷം. അത് യൗമു ജുമുഅ
വാഫഖ ദാലിക യൗമ അറഫ. യൗമു ജുമുഅ ആയിരുന്നു അന്ന്. അത് അറഫാ ദിനത്തിൽ യോജിച്ചു വന്നു. ജുമുഅയും ഒരാഘോഷമാണ്, അറഫയും ഒരാഘോഷമാണ് എന്ന് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് അദ്ദേഹത്തോട് മറുപടി പറയുകയും ചെയ്തു. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് നൽകിയിട്ടുള്ള ഉപദേശത്തിന്റെ ചില ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഒരു 10 കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞുതരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് നൽകിയിട്ടുള്ള ഉപദേശം. ലോക ചരിത്രത്തിൽ മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന് എഴുതിയിട്ടുണ്ട്. മുഹമ്മദ് പ്രവാചകൻ നടത്തിയ മനുഷ്യാവകാശ പ്രഖ്യാപനം, ഹ്യൂമൻ റൈറ്റ്സ് ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ UN-ൽ ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തുന്നതിന്റെ 14 നൂറ്റാണ്ട് മുമ്പാണ് ഈ മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്താ UN പ്രഖ്യാപിച്ച മനുഷ്യാവകാശ പ്രഖ്യാപനം? ജീവിക്കുവാനുള്ള അവകാശം, തൊഴിൽ ചെയ്യാനുള്ള അവകാശം, വിദ്യാഭ്യാസം നേടാനുള്ള അവകാശം, സ്ത്രീകളുടെ അവകാശം, ഇതൊക്കെ അവകാശങ്ങളായി ആധുനിക ലോകത്തെ ലോകരാഷ്ട്രങ്ങൾ അംഗീകരിച്ചതാണ്. എന്നാ കേട്ടോളൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഇന്ന ദിമാഅക്കും വ അംവാലക്കും വ അഅറാദക്കും ഹറാമുൻ അലൈക്കും ഇലാ അൻ തൽഖൗ റബ്ബക്കും കഹുർമതി യൗമിക്കും ഹാദാ ഫീ ഷഹരിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ. എന്താ പറഞ്ഞത്? നിങ്ങളുടെ രക്തം, ഇന്ന ദിമാഅക്കും വ അംവാലക്കും, നിങ്ങളുടെ സ്വത്തുക്കൾ, വ അഅറാദക്കും, നിങ്ങളുടെ അഭിമാനം എല്ലാം കാത്തു സൂക്ഷിക്കേണ്ടതാണ്. അത് ഹറാമുൻ അലൈക്കും, അത് നഷ്ടപ്പെടുത്താൻ പാടില്ലാത്തതാണ്, ആദരിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. അൻ തൽഖൗ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കണ്ടുമുട്ടുന്നവരെ മരണം വരെ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. എന്ത്? ഒരാളുടെ രക്തം ചിന്തരുത്, ഒരാളുടെ സ്വത്ത് അപഹരിക്കരുത്, ഒരാളുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കരുത്. ഏതുപോലെ കഹുറുമത്തി യൗമിക്കും ഹാദാ, ഈ ദിവസത്തിന്റെ പരിശുദ്ധി പോലെ, അറഫയുടെ പരിശുദ്ധി പോലെ, അറഫാ ദിനത്തിന്റെ, ഫീ ഷഹരിക്കും ഹാദാ, ഈ മാസത്തിന്റെ പരിശുദ്ധി പോലെ, ദുൽഹജ്ജ് മാസത്തിന്റെ, അതുപോലെ ഫീ ബലദിക്കും ഹാദാ, ഈ നാടിന്റെ പരിശുദ്ധി പോലെ, അറഫാ ഭൂമിയുടെ. എന്ത്? മനുഷ്യന്റെ രക്തം, മനുഷ്യന്റെ അഭിമാനം, മനുഷ്യന്റെ സ്വത്തുക്കൾ പരിശുദ്ധമായി കരുതണം. അങ്ങനെ ഒരു UN-ഉം പറഞ്ഞിട്ടില്ല, ഒരു മനുഷ്യാവകാശ പ്രവർത്തകനും പറഞ്ഞിട്ടില്ല. മനുഷ്യരെ നിങ്ങൾ കരുതണം, അന്യന്റെ സ്വത്ത് അപഹരിക്കരുത്, അന്യന്റെ രക്തം ചിന്തരുത്, അന്യന്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കരുത്. അതൊക്കെ പുണ്യമാക്കപ്പെട്ട നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതാണ്. അറഫാ ദിനം പോലെ, അറഫാ പ്രദേശം പോലെ, ദുൽഹിജ്ജ 9 അറഫാ ദിനം പോലെ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ പ്രധാനപ്പെട്ട ഒരാശയം അവകാശം. ആ അവകാശങ്ങളിൽ ചൂഷണത്തിനെതിരെ പറഞ്ഞു. ഇന്നിപ്പോൾ ആളുകൾ കുടുങ്ങുന്നതൊക്കെ ചൂഷണമാണ്. സാമ്പത്തിക ചൂഷണം, ലൈംഗിക ചൂഷണം, ഒരുപാട് ചൂഷണങ്ങൾ നടക്കുകയാണ്. അത് പുതിയ പുതിയ രൂപത്തിലാണ് ഇപ്പോഴും. നിങ്ങൾ കണ്ടില്ലേ, ഒരു സ്ഥലത്തുനിന്ന് ഫോൺ വന്നു, ഇയാൾക്കൊരു OTP വരുമെന്ന് പറഞ്ഞു, അതനുസരിച്ച് അങ്ങനെ ചെയ്യാൻ പറഞ്ഞു. അവസാനം ഇയാളെ അക്കൗണ്ടിലുള്ള മുഴുവൻ പൈസയും പോയി. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെറിയ 1 രൂപ തന്നാൽ നിങ്ങൾക്ക് 10 ലക്ഷത്തിന്റെ കാറ് കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞ് പരസ്യം ചെയ്യും. ഈ പാവം മനുഷ്യന് മാസം മാസം പൈസ അടയ്ക്കാനില്ലാതെ ഒരു കാർ ആവശ്യമില്ലാത്ത ഘട്ടത്തിൽ അവൻ വാങ്ങാണ്. ഇതിന്റെയൊക്കെ പുറകിൽ പലിശ. എത്രയാ പലിശ എന്നറിയോ? 1000 രൂപ രാവിലെ കടം മേടിച്ചാൽ വൈകുന്നേരം 1100 രൂപ കൊടുക്കുന്ന ആളുടെ എത്ര പെർസെന്റേജായി? ഒരു മാസത്തിനോ പലിശയോ കൂട്ടൽ വർഷത്തിലല്ലേ? നോക്കൂ നിങ്ങൾ. അതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന റിബൽ ജാഹിലിയ്യത്തി മൗളൂഉൻ, ജാഹിലിയ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന റിബ എന്ന സമ്പ്രദായം, കടം കൊടുത്തതിന് അതിനേക്കാൾ അധികം വാങ്ങുന്നത്, അതാണ് റിബ. അത് മൗളൂഉൻ, അത് വിലക്കപ്പെട്ടിരിക്കുന്നു. അത് കൊടുക്കൽ മാത്രമല്ല വാങ്ങാനും പാടില്ല. എന്നിട്ട് അന്ന് നിരോധിച്ച എന്താണെന്നറിയോ? ആ വാങ്ങുന്നത് നിർത്തി. ആർക്കുള്ള വഅവ്വലു റിബ അള്ളാഹു റിബ, ആരുടെ റിബയാണ് അന്ന് വേണ്ടെന്ന് പറഞ്ഞതെന്നറിയോ? ഞാനിതാ നിരോധിച്ചിരിക്കുന്നു. റിബാന, റിബ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
മൂത്താപ്പയായ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബിന്റെ പലിശ. ആരെങ്കിലും മൂത്താപ്പക്ക് പലിശ ഇടപാടിൽ പൈസ കൊടുക്കാനുണ്ടെങ്കിൽ ഇനി അത് കൊടുക്കേണ്ടതില്ല. സ്വന്തത്തിൽ നിന്ന് ആരംഭിക്കുന്നത്, കുടുംബത്തിൽ നിന്ന്. ഇപ്പൊ നമ്മൾ കണ്ടില്ലേ, പല ഓർഡറുകളും വരുമ്പോഴേ ചില എക്സംഷൻ പറയും. ഇത്ര കൊല്ലത്തിന് മുമ്പ് ജോലിയിൽ പ്രവേശിച്ചവർക്ക് അവർക്ക് ഈ ക്വാളിഫിക്കേഷൻ വേണ്ട, അല്ലെങ്കിൽ ഇത്ര കാലം സർവീസുള്ളവർക്ക് ഇതിനെ ഒഴിവാക്കിയ എന്താ നോക്കിയാൽ കാണാം, അത് ഓർഡർ ഇടുന്ന ആളുടെ കുടുംബത്തിലെ ഏതെങ്കിലും ഒരാൾ ആ കൊല്ലത്തിലുണ്ടാവും, അല്ലെങ്കിൽ ഈ ക്വാളിഫിക്കേഷൻ ഇല്ലാതെ അതിനു മുമ്പ് ജോലി ചേർന്നിട്ടുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നിങ്ങളാരും ഇനി പലിശ വാങ്ങണ്ട, നിങ്ങളാരും പലിശ കൊടുക്കണ്ട എന്ന് മാത്രമല്ല, ഞങ്ങളുടെ കുടുംബത്തിലേക്ക് എന്റെ മൂത്താപ്പാക്ക്, അദ്ദേഹം പലിശ കച്ചവടക്കാരനായിരുന്നു, അദ്ദേഹത്തിന് കൊടുക്കാനുള്ള പലിശ ഇനി ആരും കൊടുക്കണ്ട എന്ന് പറഞ്ഞു. അതാണ് ഒരു മാതൃകാ പ്രഖ്യാപനം. അതുപോലെ തന്നെ ഇന്ന ദിമാ അൽ ജാഹിലിയ്യത്തി മൗദൂഅ, ഈ ജാഹിലിയ കാലത്തൊരു സ്വഭാവം ഉണ്ടായിരുന്നു. ഒരാളെ കൊന്നാൽ അതിന് പകരം കൊല്ല. ആ തലമുറയും അടുത്ത തലമുറ ഒക്കെ കഴിഞ്ഞാലും എന്റെ വല്യാപ്പാന്റെ വാപ്പാന്റെ ഇന്ന ആളെ കൊന്ന ആളാന്ന് പറഞ്ഞിട്ട് ഈ കൗം ഒന്നിച്ചു നിൽക്കുക, മറ്റേ കൗം ഒന്നിച്ചു നിൽക്കുക, നൂറ്റാണ്ടുകളോളം യുദ്ധം ചെയ്യുക, രക്തപ്പക, കുടിപ്പക. ഈ കാലത്ത് ജീവിക്കുന്ന മനുഷ്യന്മാർ അതിനെന്ത് തെറ്റ് ചെയ്തു? ഒന്നുമില്ലല്ലോ. അങ്ങനെ ചിലർ പറയും, ആ സമുദായത്തിൽപ്പെട്ട ഈ 500 കൊല്ലം മുമ്പ് ഒരാൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഈ സമുദായത്തിൽപ്പെട്ട ഒരാൾ ഇങ്ങനെ അതിന് ഈ കാലത്ത് ജീവിക്കുന്ന പാവം മനുഷ്യർ എന്ത് തെറ്റാ ചെയ്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജാഹിലിയ കാലത്തുണ്ടായിരുന്ന ആ രക്തപ്പകയുടെ സ്വഭാവം ഉണ്ടല്ലോ, അത് നിരോധിക്കപ്പെട്ടതാണ്. എന്നിട്ട് പറഞ്ഞു, നമ്മളിതാ നിരോധിക്കാൻ പോകുന്നത് ഇൻ അവ്വല ദമിൻ നബ്ദഉ ബിഹി ദമ ആമിർ ഇബ്നു റബിയ ഇബ്നുൽ ഹാരിസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്. നമ്മൾ നിരോധിക്കാൻ പോകുന്നത് കുടുംബങ്ങൾ കാര്യങ്ങൾ കൊന്നതിന് പകരം കൊല്ലല്, രക്തത്തിന് പകരം ചോദിക്കല്, അത് ആമിർ ഇബ്നു റബിയ ഇബ്നുൽ ഹാരിസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിന്റെ മകൻ, ഹാരിസിന്റെ മകൻ, റബിയയുടെ മകൻ ആമിറിന്റെ ആ കൊലപാതകത്തിന്റെ അല്ലെങ്കിൽ ആ രക്തത്തിന് പകരം ചോദിക്കൽ സ്റ്റോപ്പ് ചെയ്തു. ഇനി നമ്മളെ ഈ കുടുംബത്തിൽ നിന്ന് അങ്ങനെ കൊന്നല്ലോ എന്നും ചോദിച്ച് നമ്മൾ വരുന്നതല്ല. എത്ര മാതൃകാപരമായ പ്രഖ്യാപനങ്ങളായിരുന്നു എന്ന് നോക്കൂ. അതുപോലെ ജാഹിലിയ കാലത്തുള്ള ചില സമ്പ്രദായങ്ങൾ, ഞങ്ങളാണ് വലിയവന്മാർ, ഞങ്ങളാണ് തറവാട്ടുകാർ, അതുകൊണ്ട് ഞങ്ങളിങ്ങനെ. ഹജ്ജിൽ പോലും അത്തരം ഉന്നതന്മാർ ചില സ്ഥലത്ത് നിൽക്കുമായിരുന്നു, അറഫയിലും മിനയിലും ഒക്കെ. സാധാരണക്കാരുടെ കൂട്ടത്തിലേക്ക് പോയില്ല, കാരണം കാര്യപ്പെട്ടവന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ട്. അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇന്ന മആസിറൽ ജാഹിലിയ്യത്തി മൗദൂഅ, ജാഹിലിയ കാലത്തെ പെരുമ നടിച്ച് നിൽക്കുന്ന കാര്യമുണ്ടല്ലോ, അതും നിരോധിച്ചിരിക്കുന്നു. അങ്ങനൊന്നുമില്ല, എല്ലാവരും തുല്യരാണ്, എല്ലാവരും മുഅ്മിനീങ്ങളാണ്, എല്ലാവരും മുസ്ലിങ്ങളാണ്. നമ്മൾ പള്ളിയിലും ഈദ്ഗാഹിലും ഒക്കെ ഉണ്ടല്ലോ, അവിടെ പ്രത്യേകിച്ച് സ്ഥലമൊന്നുമില്ലല്ലോ. ഗൈറ സദാനത്തി വസ്ഖായ, എന്നാൽ പണ്ടുമുതലേ കഅബാലയത്തിന്റെ സൂക്ഷിപ്പും ഹാജിമാർക്ക് വെള്ളം നൽകലും അത് നൽകിയിരുന്ന കുടുംബങ്ങളിൽ തന്നെ നിലനിർത്തുകയും ചെയ്യും എന്ന്. ഇന്നും ആ കുടുംബമാണ് കഅബാലയത്തിന്റെ താക്കോൽ സൂക്ഷിച്ചു പോരുന്നത്. സർക്കാരുകൾ മാറിയാലും അത് തുറക്കാൻ ആ കുടുംബത്തിന്റെ പ്രതിനിധി വന്ന് തുറന്ന് ആ താക്കോൽ കയ്യിൽ വെക്കും. അതങ്ങനെ നിലനിൽക്കട്ടെ എന്നുള്ളത് കൊണ്ടാണ്. മറ്റൊന്ന്, നമ്മൾ ഇപ്പൊ ശൈത്താനാണല്ലോ എല്ലാ തിന്മകളുടെയും ഒരു പ്രചോദനം. അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്ന ശൈത്താനക ഖദ് യൈസ അൻ യുഅബദ ഫി അർളികും ഹാദിഹി, ഈ ഭൂമിയിൽ മക്കയിൽ ഇനി ശൈത്താനെ ആരാധിക്കും എന്ന കാര്യത്തിൽ ശൈത്താൻ നിരാശനാണ്. ഇവിടെ ഇനി ആരും ശൈത്താന് ഇബാദത്തെടുക്കൂല. അങ്ങനെ ഉണ്ടായിരുന്നു, ശൈത്താൻ ആരാധിക്കുക. ഇപ്പോഴുമുണ്ടല്ലോ പിശാചിനെ ആരാധിക്കുന്ന ചില ആളുകൾ. അത് ഇനി ഇവിടെ ഉണ്ടാവില്ല. മക്കയില്, അറഫയില്, മിനയില് ഇനി ആരും ശൈത്താൻ ഇബാദത്തെടുക്കൂല. വലാകിന്നഹു ഖദ് റളിയ അൻ യുതഅ ഫീമാ സിവാ ദാലിക മിമ്മാ തഹ്ഖറൂന മിൻ അമാലിക്കും. എന്നാൽ ശൈത്താൻ വളരെ സംതൃപ്തനാണ്. എന്താ അറിയോ, ആ ഇബാദത്തിന് താഴെ പല കാര്യങ്ങളും, നിങ്ങൾ ചെറുതെന്ന് വിചാരിക്കുന്ന കാര്യങ്ങളിലൊക്കെ ശൈത്താൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കും എന്ന് പറഞ്ഞാൽ, ശൈത്താന് ഇബാദത്തുണ്ടാവില്ലെങ്കിലും ശൈത്താന് ഇതാഅത്തുണ്ടാകും എന്ന് പറഞ്ഞാൽ അനുസരണം കാണിക്കും നിങ്ങൾ, എന്നിട്ട് നിങ്ങൾ തെറ്റുകൾ ചെയ്യും. അത് ശൈത്താൻ അത് മതി എന്ന് വെക്കും. ഇവിടെ ഈ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം, അറഫയെ സംബന്ധിച്ചിടത്തോളം, മക്കയെ സംബന്ധിച്ചിടത്തോളം എന്നാണ്. ലോകത്ത് അർദ്ധഭാഗം സ്ത്രീകളാണല്ലോ മനുഷ്യർ. അവരെ ആക്രമിക്കുന്നു, ഉപദ്രവിക്കുന്നു,
പീഡിപ്പിക്കുന്നു, അവകാശ നിഷേധം നടത്തുന്നു. അതൊക്കെ ഈ ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങൾ വന്ന ശേഷം ലോകത്ത് അവർക്ക് നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ലേ? വനിതകൾക്കും കുട്ടികൾക്കും പ്രത്യേകം ഒരു മന്ത്രാലയം, ഫാമിലി കോടതികൾ, ഗാർഹിക പീഡനം ഡൊമസ്റ്റിക് വയലൻസിനെതിരിലുള്ള അതിവേഗ കോടതികൾ, എന്തെല്ലാമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പറഞ്ഞു, അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്നലി നിസായിക്കും അലൈക്കും ഹഖ്ഖാ, നിങ്ങൾക്ക് നിങ്ങളുടെ സ്ത്രീകൾക്ക് ചില ഹക്കുകളുണ്ട് നിങ്ങളിൽ നിന്ന് കിട്ടേണ്ട. വലക്കും അലൈഹിന്ന ഹഖ്ഖുൻ, അതുപോലെ തന്നെ അവരിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടേണ്ട ചില ഹക്കുകളുണ്ട്. അത് സൂക്ഷിച്ചു പോരണം. അപ്പൊ നമ്മളെപ്പോഴും എന്താണെന്നറിയാം, അവകാശങ്ങളെക്കുറിച്ചാണ് പറയാം. അല്ലേ? എനിക്ക് ഇന്ന അവകാശങ്ങൾ കിട്ടാനുണ്ട്. തൊഴിലാളികളുടെ അവകാശം, വ്യവസായികളുടെ അവകാശം, അധ്യാപകരുടെ അവകാശം, വിദ്യാർത്ഥികളുടെ അവകാശം, സ്ത്രീകളുടെ അവകാശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണെന്നറിയോ? എല്ലാവരും എല്ലാവരുടെയും അവകാശം കാത്തു സൂക്ഷിക്കണമെന്നാണ്. പെണ്ണുങ്ങൾക്ക് ആണുങ്ങൾ നൽകേണ്ട അവകാശങ്ങൾ നൽകണം, ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾ നൽകേണ്ട അവകാശങ്ങളും നൽകണം. എന്നിട്ട് പറഞ്ഞു, ഇന്നമാ അഖത്തുമൂഹുന്ന ബിഅമാനില്ലാഹ്, സ്ത്രീകളെ നിങ്ങൾ വിവാഹം കഴിച്ച് ഏറ്റെടുക്കുന്നത് അള്ളാഹുവിന്റെ ഒരു കരാറിലാണ്, ഉത്തരവാദിത്തത്തിലാണ്. അതുപോലെ തന്നെ വസ്തഹ്ലൽതും ഫുറൂജഹുന്ന ബികലിമത്തില്ലാഹ്, നിങ്ങൾ ലൈംഗികമായി ബന്ധപ്പെടുന്നത് അള്ളാഹുവിന്റെ നാമത്തിലാണ്. ഞാൻ ഹലാലായ നിലക്കാണ്, ഹറാമായ നിലക്കല്ല. പടച്ചവന്റെ പേരിൽ ഉണ്ടാക്കിയെടുത്ത കുടുംബ ബന്ധത്തിൽ പുരുഷന്മാർ സ്ത്രീകളെ പീഡിപ്പിക്കരുത് എന്നാണ്. ഇനിയിപ്പം പുരുഷന്മാർ എന്ന് പോയിട്ട് പല കേസും കണ്ടില്ലേ? അത് ഭർത്താവിന്റെ കുടുംബം, ഭർത്താവിന്റെ ഉമ്മ, ഭർത്താവിന്റെ പെങ്ങള്, ഭർത്താവിന്റെ ഭർത്താവിന്റെ ബന്ധപ്പെട്ട ആളുകൾ, സഹോദരന്മാരൊക്കെ കൂടിയിട്ട് പെണ്ണിനെ പീഡിപ്പിക്കുന്നു എന്ന് പറയുന്നു. കുറച്ചൊക്കെ തിരിച്ചുകൊണ്ട്. ഏതായാലും അങ്ങനെ ഒരു ഏർപ്പാട് പാടില്ല എന്ന് ലോക ഗുരുവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പറയുകയുണ്ടായി. ഇത്തഖുല്ലാഹ ഫിന്നിസാ, സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. വസ്തൗസൂ ബിഹിന്ന ഖൈറാ, അവരുടെ കാര്യത്തിൽ ഞാൻ പറയുന്ന ഈ ഉപദേശം, ഖൈറായ ഈ ഉപദേശം നിങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യുക എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഹജ്ജത്തുൽ വദായിലെ പ്രസംഗം, ആ പ്രസംഗത്തിൽ ലോകമൊന്നാണ് എന്നൊരു പ്രഖ്യാപനമുണ്ട്. ലോക ജനത, ഇന്ന റബ്ബക്കും വാഹിദ് വ ഇന്ന അബാക്കും വാഹിദ് കുല്ലുക്കും ലിആദം വ ആദം മിൻ തുറാബ്. നിങ്ങളുടെ റബ്ബ് ഒരാളാണ്. ലോകത്ത് ഒരു റബ്ബേ ഉള്ളൂ, ഒരു ഖാലിഖ്, ഒരു പടച്ചവൻ. വ ഇന്ന അബാക്കും വാഹിദ്, നിങ്ങളുടെ പിതാവ് ഒരാളാണ്, ആദ്യത്തെ മനുഷ്യൻ. അപ്പോ ഒരേ ഒരു പിതാവിന്റെ, ഒരേ ഒരു മാതാവിന്റെ, ഒരേ ഒരു സൃഷ്ടാവിന്റെ സൃഷ്ടികളായി, മക്കളായി ഇവിടെയുള്ള നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്നിച്ച് ഒരു ദൈവത്തിന്റെ സൃഷ്ടികൾ എന്ന നിലക്ക്, ഒരു മാതാപിതാക്കളുടെ മക്കൾ എന്ന നിലക്ക് നിങ്ങൾ ജീവിക്കണം. കുല്ലുക്കും ലി ആദം, നിങ്ങളൊക്കെ ആദമിൽ നിന്നുണ്ടായവരാ. ആദമോ വ ആദം മിൻ തുറാബ്, ആദം മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, അള്ളാന്റെ അടുത്ത് ഏറ്റവും പരിഗണിക്കപ്പെടുന്നവൻ, ആദരിക്കപ്പെടുന്നവൻ നിങ്ങളിൽ ഏറ്റവും കൂടുതൽ സൂക്ഷ്മതയുള്ള ആളുകളാകുന്നു. ലാ ഫദ്ല ലി അറബിയ്യിൻ അലാ അജമിയ്യിൻ, ഒരു അറബിക്ക് അനറബിയേക്കാളോ, വലാ ലി അബിയദ അലാ അസ്വദ, വെളുത്തവന് കറുത്തവനേക്കാളോ ഒരു ശ്രേഷ്ഠതയുമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇല്ലാ ബിത്തഖ്വ, തഖ്വ കൊണ്ടല്ലാതെ എന്ന്. അന്ന് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ തർജിഉ ബഅദി കുഫാറ യദ്രിബു ബഅദുക്കും റിഖാബ ബഅദ്, നിങ്ങൾ ഒരു ദൈവത്തിന്റെ സൃഷ്ടികൾ, ഒരേ പിതാവിന്റെ മക്കൾ, ഇവിടെ ഒരേ ദീനിന്റെ ഉടമകൾ, അവകാശികൾ, നിങ്ങളിനി മതനിഷേധികളായി ഇവിടുന്ന് തിരിച്ചു പോവരുത്. പരസ്പരം കഴുത്തറുക്കുന്ന രൂപത്തിലേക്ക് നിങ്ങൾ എത്തരുത്. എല്ലാം സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ആരും ആരെയും ആക്രമിക്കാതെയും ജീവിക്കണമെന്ന്. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞു, ഇയ്യാക്കും വ മുഹഖറാത്തി ദുനൂബ്, നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ചെറിയ ചെറിയ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് പോലും സൂക്ഷിക്കണം. ഫഇന്നഹുന്ന യജ്തമിഅന അല റജുലി ഹത്താ തുഹ്ലികഹു,
ഒരാള് ചെറിയ 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 കുറ്റം ചെയ്ത് അത് കുറേ ആയാൽ അവസാനം അത് അവനെ നശിപ്പിക്കും. അതുകൊണ്ട് കുറ്റകൃത്യങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. അവസാനം ചോദിച്ചു, പറഞ്ഞു, അലാഹൽ ബല്ലഗ്തു, അല്ല ഞാൻ എനിക്ക് അള്ളാഹു നൽകിയ നിയമങ്ങൾ നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലയോ, ഇസ്ലാമിനെ തബ്ലീഗ് ചെയ്തില്ലയോ? അവർ പറഞ്ഞു, ബല ഖദ് ബല്ലഗ്ത, റസൂലേ താങ്കൾ എത്തിച്ചു തന്നിരിക്കുന്നു, താങ്കളുടെ ഉത്തരവാദിത്തം നിർവഹിച്ചിരിക്കുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ അഷ്ഹദ്, പടച്ചവനെ നീയാണ് സാക്ഷി. ഇവർക്ക് പറഞ്ഞു കൊടുക്കാൻ എന്നിലേക്ക് എത്തിച്ചു തന്ന കാര്യങ്ങൾ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു, അങ്ങനെ കൊടുത്തിട്ടുണ്ട് എന്ന് അവരും സമ്മതിച്ചു. അല്ലാഹുമ്മ അഷ്ഹദ്. എന്നിട്ട് പറഞ്ഞു, ഇനി നിങ്ങൾക്കൊരു ബാധ്യത, അല ഫല്യുബല്ലിഗി ഷാഹിദുൽ ഗായിബ, ഇവിടെ കൂടിയ ആളുകൾ, അഷാഹിദ്, ഈ കാര്യങ്ങളൊക്കെ ഇവിടെ കൂടിയിട്ടില്ലാത്ത ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക. ഇസ്ലാമിന്റെ നിയമങ്ങൾ കിട്ടിയ നിങ്ങൾ അത് കിട്ടിയിട്ടില്ലാത്ത ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ മനുഷ്യാവകാശ പ്രഖ്യാപനം, ഏകമാനവതയ്ക്ക് വേണ്ടിയുള്ള ഈ വിളംബരം, ഇതാണ് ഇസ്ലാം, ഇതാണ് ഇസ്ലാമിന്റെ ആശയം, ഇതാണ് ഇസ്ലാം ലോകത്തിന് നൽകുന്ന സന്ദേശം. എന്നിട്ട് എവിടെ എത്തി? ഈ ആ ഇസ്ലാമിനെ പറഞ്ഞു കൊടുക്കുന്ന ആളുകളെ, ആ ഇസ്ലാമിക ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന കേന്ദ്രങ്ങളെ ഭീകരന്മാരും തീവ്രവാദികളും ഒക്കെയാണെന്ന് അങ്ങനെ ചാപ്പയടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ലോകം എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അല്ലാഹുൽ മുസ്തആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വസല്ലല്ലാഹു അലാ നബിയിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ്. അറഫാ ദിനത്തിലെ നോമ്പിനെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു. ഏറെ പുണ്യമുള്ള ഒരു നോമ്പാണത്. ദുൽഹജ്ജ് 9 അറഫാ ദിനത്തിൽ നോൽക്കുന്ന നോമ്പ് കഴിഞ്ഞ ഒരു കൊല്ലത്തെയും വരാനിരിക്കുന്ന ഒരു കൊല്ലത്തെയും ചെറിയ ചെറിയ ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടുന്ന നോമ്പാണ്. അറഫാ ദിനത്തിലെ പ്രാർത്ഥന ഏറ്റവും പുണ്യമുള്ള സ്വീകരിക്കപ്പെടുന്ന പ്രാർത്ഥനയാണ്. അതും പ്രത്യേകം ശ്രദ്ധിക്കണം. പെരുന്നാൾ ദിവസം, അയ്യാമു തശ്രീഖിന്റെ ദിവസം ഉളഹിയത്ത് നടത്തുകയും ചെയ്യുക. ഇന്ന് ലോക രക്തദാന ദിനമാണ്. രക്തദാന ദിനം. രക്തം ആവശ്യമുള്ള രോഗികൾക്ക് രക്തം കിട്ടണമല്ലോ. അതെല്ലാവരും ആലോചിക്കപ്പെടാന്നറിയും. നമ്മളോ നമ്മുടെ മക്കളോ കുടുംബത്തിൽപ്പെട്ട ഒരാളോ അത് ഒരു ബോട്ടിൽ രക്തം വേണം, ഇന്ന ഗ്രൂപ്പ് രക്തം വേണം എന്ന് പറയുമ്പോൾ ബേജാറാകാണ്. രക്തം നൽകണ്ടേ, എന്നാലല്ലേ കിട്ടുള്ളൂ. സ്വന്തം കുടുംബത്തിൽ ആരും അങ്ങനെ നമുക്ക് കാണാം, ഒരാൾ എ പോസിറ്റീവ് രക്തം വേണമെന്ന് പറഞ്ഞു വരികയാണ്. അപ്പോൾ എ പോസിറ്റീവ് രക്തം നിങ്ങളെ കുടുംബത്തിൽ തന്നെ ഉണ്ടാവുമല്ലോ, അത് പരിശോധിച്ചിട്ടില്ല. എന്നിട്ട് ആരാൻ്റെ രക്തത്തിന് വേണ്ടി ഏതെങ്കിലുമൊക്കെ സംഘടനകൾ അടുത്തേക്ക് വരും. അപ്പം നമ്മളെല്ലാവരും രക്തം നൽകാൻ തയ്യാറാവണം. അതിനെക്കുറിച്ച് ഡോക്ടർമാർ പറഞ്ഞു തരും. അതിനൊരു പ്രശ്നവുമില്ല, ആർക്കും അതുകൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ രക്തദാന ദിനത്തിൽ ആ ഒരു ബോധം നമുക്കുണ്ടാകും. ജീവൻ രക്ഷിക്കുക എന്നത് വലിയ ഒരു പുണ്യ കർമ്മമാണ്. ഈ ആഴ്ചയിൽ സംഭവിച്ച ഒരു ദുരന്തമാണ് കുവൈറ്റിൽ. നമ്മുടെയൊക്കെ എത്രയോ സഹോദരന്മാർ, ഇന്ത്യക്കാരും കേരളക്കാരും അതിൽ മരിച്ചുപോയി. നമ്മളൊക്കെ അറിയുന്നവരും കുടുംബക്കാരുമായ ആളുകളും ആ ദുരന്തത്തിൽപ്പെട്ടു. അല്ലാഹു തആല അവർക്ക് മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. അതിൽ പരിക്കേറ്റ് കിടക്കുന്ന ആളുകൾക്ക് അല്ലാഹു എത്രയും പെട്ടെന്ന് രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നിവിടെ നമ്മൾ ദഅവാ പ്രവർത്തനങ്ങൾക്ക് കളക്ഷൻ നടത്തും. അതിനെല്ലാവരും ദാനം ചെയ്യണം എന്ന് അറിയിക്കുന്നു. റഹ്മാനായ അല്ലാഹു, ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണമേ. അവരുടെ കബറിടങ്ങളെ വിശാലമാക്കി കൊടുക്കുകയും പ്രകാശപൂരിതമാക്കി കൊടുക്കുകയും ചെയ്യണമേ. ഞങ്ങൾ രോഗങ്ങൾ കൊണ്ടും കഷ്ടപ്പാടുകൾ കൊണ്ടും വിഷമിക്കുന്ന ആളുകളുടെ രോഗങ്ങളും പ്രയാസങ്ങളും വേഗത്തിൽ തീർത്ത് തരണമേ. ഇസ്ലാമിന് വേണ്ടി കഷ്ടപ്പെടുന്ന, അതുപോലെ ഇസ്ലാമിന് വേണ്ടി പടപൊരുതുന്ന, ഫലസ്തീനിന് വേണ്ടി മരിച്ചു വീഴുന്ന സഹോദരങ്ങൾക്ക് വിജയം നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കണമേ.
ഞങ്ങളിൽ നിന്ന് ഹജ്ജിന് പോയിട്ടുള്ള ആളുകൾക്ക് സന്തോഷത്തോടുകൂടി ഹജ്ജ് കർമ്മം നിർവഹിച്ച് തിരിച്ചെത്തുവാനുള്ള തൗഫീക്ക് നൽകണമേ. അവരുടെ ഹജ്ജും ഉംറയും മഖ്ബൂലും മബ്രൂറുമായി സ്വീകരിക്കണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا يا غافر المذنبين اللهم أعز الإسلام والمسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه وسلم.